അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്കെച്ച് ബുക്ക് ആൻഡ് ഡ്രോയിങ് ബുക്ക് ടൂർ ആയിട്ടാണ്. കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പൊ നമുക്ക് ഈ വീഡിയോ സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിത്രമൊക്കെ വരയ്ക്കാൻ. പിന്നെ എന്തോ ഒരു മടി കാരണം ഞാൻ ചിത്രരചന നിർത്തിയതാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ പെരയിൽ കൂടുതൽ ഇങ്ങനെ ഇരുന്നല്ലോ. അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കഴിവൊക്കെ പൊട്ടി മുളച്ച് വന്നത്. പിന്നീട് അതൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയതേ. പിന്നെ കഴിഞ്ഞ കൊല്ലം ആണ് ഞാൻ ഇങ്ങനെ ഡ്രോയിങ്ങിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി. അങ്ങനത്തിനോട് ഒരു താല്പര്യം നഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, ഒരു വരച്ചിട്ട് ഒരു ഇതില്ല, അങ്ങനത്തെ ഓരോ മൈൻഡ് വന്നു. പക്ഷെ രസമാണ് സംഭവം. അങ്ങനെ ഞാൻ നിർത്തി വെച്ച കാലം വരെയുള്ള കുറച്ച് ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അങ്ങനെ പറയാനങ്ങനെ കുറേ ഇല്ല, ഒക്കെ പഴയ ചിത്രങ്ങളാണ്. സോ ഏതായാലും കാണുന്നു 2020-21 മുതൽ 2023 വരെയുള്ള 23-നും മുമ്പുള്ള കുറച്ച് ചിത്രങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ ഇപ്പോൾ ഡ്രോയിങ് ബുക്കായിട്ടും ഞാൻ വരച്ചൊരു ചിത്രങ്ങൾ എൻ്റെ കയ്യിലില്ല. കുറേ ഇങ്ങനെ സ്കൂളിൽ വല്ല കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നില്ല. അല്ലാതെ ഞാൻ പെന്നും പെൻസിലും സ്കൂളിൽ ഹോംവർക്ക് ചെയ്താണെങ്കിലും എടുക്കും. അല്ലാതെ ഇങ്ങനെ പെയിൻറ്റിങ് അതൊന്നും അങ്ങനെ എടുക്കലില്ല. പിന്നെ എനിക്ക് വല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റഡി ഏരിയ എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റ് പരിപാടി നടത്തണമെങ്കിൽ അതിന് ചെറിയ പെയിൻറ്റിങ്ങൊക്കെ നടത്തണം, അങ്ങനെ ചെയ്യുന്നല്ലാതെ ഇപ്പം ഞാൻ അങ്ങനെ ചിത്രമൊന്നും വരയ്ക്കില്ല. നമുക്ക് ചിത്രം വരച്ച് തുടങ്ങും. അപ്പോൾ നമുക്കുള്ള ബുക്ക് എടുക്കാം. സെറ്റ്. അപ്പോൾ ഇതാണ് ഇതിൽ എൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ 1, 2 ഏറിയ 5 പേജ് വരെ ഉണ്ടാവുള്ളൂ. ഏറിയതിൽ 5 പേജ് വരെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കുത്തിവരട്ട് പിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആക്കി ഇങ്ങനെ ഞാൻ നഷ്ടപ്പെടുത്തിയിടാം. സോ നമുക്ക് ഏതായാലും നമ്മൾ ഡ്രോയിങ് ബുക്സ് ഒക്കെ നോക്കാം. ഈ ബുക്കിലെ പിക്ചേഴ്സൊക്കെ 2020 വരച്ചതാണ്. ഞാൻ 2020-ലൊക്കെയാണ് ഈ വീഡിയോസൊക്കെ എന്താണെന്ന് അറിയുന്നത്. അപ്പം വരച്ചൊരു പിക്ചറാണിത്. പിന്നെ അടുത്തത് ഒരു ഗേള് ഗൗണൊക്കെ ഇട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു പിക്ചറാണ്. പിന്നെ നിങ്ങൾ കാണുന്നത് ഒരു പെൻസിൽ ഡ്രോയിങ്, അതേപോലെ തന്നെ ഓയിൽ പെയിൻറ്റിങ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ ബേസിക് സ്റ്റെപ്പുകളൊക്കെ ഞാൻ അങ്ങനെ വെറുതെ എഴുതി വെച്ചതാണ്. പിന്നെ അടുത്തതൊരു ചെറിയ പെൻസിൽ ഡ്രോയിങ് ആണ്. പിന്നെ ഈ ബുക്കിൽ ഇത്ര തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ പേജൊക്കെ പിച്ച് എവിടേക്കൊക്കെയോ എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ സ്കെച്ച് ബുക്കാണ്. ഇതിൽ നല്ല കുഴപ്പമില്ലാത്ത നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വാട്ടർ കളറാണ്. എന്തോ കാർഡെന്തോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വരച്ചത്. പിന്നെ ഞാൻ എങ്ങനെയാണ് വാട്ടർ കളറിൻ്റെ ഓരോ സ്റ്റെപ്സൊക്കെ ഞാൻ വെറുതെ എഴുതിയതാണ്. പിന്നെ അടുത്തത് ഒരു ചെറിയൊരു വാട്ടർ കളർ വെച്ചുള്ളൊരു പിക്ചറാണ്. ഇത് കുത്തിവരാണ്. പിന്നെ ഈ ഒരു പിക്ചർ ഞാൻ വരച്ചതല്ല. പിന്നെ ഈ കാണുന്നത് ആക്രിലിക് വെച്ച് ചെയ്ത 2 പിക്ചേഴ്സാണ്. ഇതൊക്കെ എനിക്ക് അന്നിങ്ങനെ ഓരോരോ ഇത് വരുമ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ 7ാം ക്ലാസ്സിലോ ഏറ്റവും പഠിക്കുമ്പോൾ ഇത് വരച്ചതാണത്. ഇതും അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഒരു പിക്ചർ ഞാൻ വരച്ചത് ഒരു ശരിക്കുള്ള ഇമേജ് നോക്കി വരച്ചതാണ്. പിന്നെ ഇതൊരു പോർട്രേറ്റാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ അമ്മേൻ്റെ അനിയത്തി മാളൂൻ്റെ കുട്ടിനെ വരച്ചതാട്ടോ. പിന്നെ ഈ കാണുന്നത് ഒരു ഓയിൽ പെയിൻറ്റിങ് ആണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ മറ്റേ മാരിയോ ഇല്ലേ, അതിലത്തെ പീസോ അങ്ങനത്തെ പ്രിൻസസിനെ വരച്ചതായിരുന്നു. പിന്നെ ഈ വന്നു പോയത് ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. വീട്ടിൽ ചുമരിൽ തൂക്കിയിട്ട് ഒരു ഫ്രെയിം നോക്കി വരച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു ബാർബി ഇത്ര തന്നെ ഉള്ള അതിൽ. പിന്നെ ഈ കാണുന്നത് ഡ്രോയിങ് ഒന്നുമല്ല, പക്ഷെ ഞാൻ അതിൽ കാണിച്ചു തരാം. ഒരു ക്രാഫ്റ്റൊക്കെ ആയിട്ട് വെക്കാം. ജേണലാണ് എൻ്റെ, മറ്റേ അങ്ങനത്തെ പറയില്ലേ, ബുള്ളറ്റ് ജേണലല്ല, എന്തോ സംഭവമാണ്. ഞാൻ ജേണൽ വിത്ത് മീ എന്നൊക്കെ ഇതാണ്. വിൻറ്റേജ് ജേണലാണ്. അപ്പോൾ ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയൊരു ബുക്കാണ്. സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഡയറിൻ്റെ ചട്ടൊക്കെ എടുത്തുണ്ടാക്കിയതാണ്. ഇതിലെ കുറേ സംഭവങ്ങൾ ഞാൻ ഒട്ടിച്ചിട്ട് പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ പിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ എത്ര കിലോന്ന് ചെയ്തതെന്ന് ഇതിലുണ്ട്. 2022-ലാണ് ഞാൻ ഇത് ചെയ്തെടുത്തുള്ളത്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാൻ 7-ലൊക്കെ പഠിക്കുന്ന കാലത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതൊക്കെ അന്ന് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വാവ് നല്ല രസമുണ്ട് എന്ന് പറയും. മാഷാ അല്ലാ. അന്ന് ഞാൻ ചെയ്തെടുത്ത കുറച്ച് അടിപൊളി എന്താ പറയുക, ക്രാഫ്റ്റ് അല്ല, വിൻറ്റേജ് ജേണലാണ്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണ്, നിങ്ങൾ കമൻ്റ് ആക്കുക. ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് യൂട്യൂബിൽ ഇട്ടീനി. പിന്നെ എനിക്ക് എന്തോ തോന്നിയപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യില്ല. ഇതിൽ ഇതന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ അടുത്തത് ഈ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഈ ഡ്രോയിങ് ബുക്ക് പറഞ്ഞാൽ ഇതിലൊന്നുമില്ല, എല്ലാത്തിലും 2 പേജൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിൽ ഞാൻ മറ്റേ ബോട്ട് അപകടം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞല്ലോ, നമ്മൾ എവിടെയോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
അപ്പോൾ ആ ഒരു പിക്ചർ ഞാനിങ്ങനെ ഒരു ബോട്ടം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വരച്ചതാണ്. ഈ ഒരു ഇത് എൻ്റെ കസിന് വരച്ചിട്ടുള്ളതാണ് അനാന. ഇത് എൻ്റെ ഒരു ഓയിൽ പെയിൻറ്റിങ് നോക്കിയിട്ട് ഓള് വരച്ചതാണ്. ആ ഓയിൽ പെയിൻറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരച്ചില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഓയിൽ പെയിൻറ്റിങ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇത് ഓൾ അതേപോലെ തന്നെ ചെയ്തതാണ്. പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഈ കാണുന്നത് ഓയിൽ പേസ്റ്റിലും ഇതിൻ്റെ ഉള്ളത് പെൻസിൽ ഡ്രോയിങ്ങുമാണ്. മറ്റേ ചാർക്കോൾ പെൻസിലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തതാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ ഒരു ബുക്കിലും. ബാക്കിയൊക്കെ കുത്തിവരായിട്ടും പിന്നെ പ്ലെയിൻ പേജാണ് എല്ലാത്തിനും. എല്ലാ ഡ്രോയിങ് ബുക്കിലും ഇതിൻ്റെ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അടുത്തത് ഓയിൽ പേസ്റ്റിലാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്, സംഭവം ഫ്ലോപ്പായി. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ ചെയ്താണല്ലോ റെഡിയാവും. ഇത് ഞാൻ പിന്നെ നമ്മൾ ഓയിൽ പേസ്റ്റലിൻ്റെ ആ ഒരു കളറിൻ്റെ ചട്ടമല്ലുണ്ടാവില്ല, നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്താണ്ട് വരയ്ക്കാനുള്ള മെത്തേഡ്, അത് വെച്ച് ഞാൻ ചെയ്ത് നോക്കിയാണ്. സംഭവം കുഴപ്പമില്ല. പിന്നെ എൻ്റെ സേവ് ദ നാച്ചർ എന്നൊക്കെ എഴുതി എന്തൊക്കെയോ പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ നോക്കിയതാണ്. പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ ചെയ്ത് പകുതിയിൽ വെച്ചതൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളു ഈ ഒരു ബുക്കിൽ. പിന്നെ അടുത്തത് എൻ്റെ ഫേവറേറ്റ് പിക്ചേഴ്സാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. കാരിക്കേച്ചറാണ്. നമ്മളെ പ്രേം നസീറിൻ്റെ പിക്ചറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം ആണെന്ന് എനിക്ക് തോന്നണം. കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ വരച്ചെടുത്ത ഒരു പിക്ചേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രേം നസീറിൻ്റെയും അതുപോലെ തന്നെ സുരാജിൻ്റെയും ഈ ഒരു പിക്ചേഴ്സ്. ഇതെനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇതാണ്, അങ്ങനെ ചിത്രം വരച്ചാലോ എന്നുള്ളൊരു നല്ല മൂഡ് ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പിക്ചേഴ്സാണ്. അപ്പം ഈ ഒരു ബുക്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ബുക്ക് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ളതാണ്. പിന്നെ ഇങ്ങനെ വരയ്ക്കാതെ ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് തപ്പുമ്പോൾ കിട്ടുമ്പോൾ ഇതിലിങ്ങനെ വരയ്ക്കലാണ്. ഞാൻ 7ാം ക്ലാസ്സിന് എന്തൊക്കെയോ പൗതിക്കല്ലിട്ടതും അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വരച്ച കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഇനി അടുത്തത് നേരത്തെ കാണിച്ചത് ബുക്ക് തന്നെയാണ്. പക്ഷേ അതിൽ 2 പിക്ചർ കൂടി ഞാൻ കാണിച്ചു തരാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓയിൽ പേസ്റ്റിൽ ഞാൻ പറയില്ല, ആ ബുക്കിൽ മൊത്തം ഓയിൽ പേസ്റ്റിലാണെന്ന്. അപ്പോൾ അതിൽ വരച്ച 2 പിക്ചേഴ്സാണ്. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു സന്ധ്യാസമയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ സ്കൂളിൽ നമുക്ക് ഡ്രോയിങ് പഠിപ്പിക്കണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ ബുക്കാണ്, സ്കൂളത്തെ ബുക്കാണ്. ഇതിൽ ഞാൻ ആദ്യം ഒരു ചെറിയ പെൻസിൽ ഡ്രോയിങ് ആണ്. കുഴപ്പമില്ല, ഒരു ഇതിലിങ്ങനെ വരച്ചതാണ്. സാറിങ്ങനെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു കൊടുത്താണ്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പെൻസിൽ ഡ്രോയിങ് എന്നൊക്കെ പറയാം. പിന്നെ ഈ ഒരു പിക്ചർ ഞാൻ വരച്ച് പിന്നെ കംപ്ലീറ്റ് ആക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ കടുകൂട്ടി കുത്തിവരൊക്കെ ഇട്ട് ഇങ്ങനെ വരച്ചതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ കവർ പേജ് നോക്കി വരച്ചാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ബോട്ട് അപകടം അങ്ങനെയൊക്കെ ഓരോ സബ്ജക്റ്റ് സ്കൂളിൽ നിന്ന് തരുമല്ലോ, അപ്പോൾ ആ സബ്ജക്റ്റ് അവിടെ ചിത്രം വരച്ച് കഴിഞ്ഞില്ല ഞാനിങ്ങനെ വരച്ചു നോക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് മരം വെട്ടുന്ന ദൃശ്യം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കില്ല, അങ്ങനെ വരച്ചതാണ്. ഇതൊക്കെ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ കോമഡി ആയിട്ട് ഓരോരുത്തരെ കളിയാക്കിയൊക്കെ വരച്ച പിക്ചേഴ്സാണ് ഇത്. പിന്നെ ഇതും അതേപോലെ തന്നെ ഞാനിങ്ങനെ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഇരുന്ന് വരച്ചതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കേട്ടോ. പിന്നെ ഇത് കാണുന്നത് നമ്മളെ 8ലെ വെക്കേഷനിൽ ഞാൻ വരച്ചതാണ്. ലാസ്റ്റ് വെക്കേഷനിൽ ഞാൻ ഇങ്ങനെ ഏതായാലും ബുക്കൊക്കെ ഫുൾ പേജ് ബാക്കിയില്ല, അപ്പോൾ ഞാൻ അവനും ലീൻ കൂടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വരച്ചതാണ്. ഇതും അതേപോലെ തന്നെ വെക്കേഷനിൽ മദ്രസയിൽ ഇരുന്ന് വരച്ചതാണ്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളത്. ഇനിയും കുറേ പേജസ് ഉണ്ട്, പിന്നെ കുറേ കുത്തിവരകളൊക്കെ ആണ്, അതൊന്നും കാണണ്ട. ഈ ക്യാൻവാസിൽ കാണുന്ന പിക്ചർ അതെന്ന് വെച്ചാൽ ഇതല്ല കേട്ടോ, ഇതിന് ഇപ്പോഴത്തുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഓയിൽ പെയിന്റിങ് ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്തെടുത്തുള്ള ഒരു പെയിന്റിംഗ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ദീമലിപ്പോൾ നല്ല പൊടിപടലങ്ങളാണ്. പിന്നെ അതുമല്ല ഈ പൊടിപടലങ്ങൾ വരാൻ കാരണം ഒന്നാമത് വാർണിഷ് അടിച്ചില്ല. വാർണിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എടുക്കാവുന്നതാണ്. ഈ പെയിന്റിങ് ഏകദേശം ഉണങ്ങി കിട്ടാൻ 2 മാസമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പെയിന്റിങ് കാണിക്കാം, നിങ്ങൾ ചിരിക്കരുത്, കാണിക്കാം. അപ്പോൾ ഇതാണ് ആ പെയിന്റിങ്. നിറച്ച് പൊടിയാട്ടോ, നിങ്ങൾ ഒടുക്കത്തെ പൊടിയാണ്. ഇത് ഞാൻ ഓയിൽ പെയിന്റിങ് ഫസ്റ്റായിട്ട് വാങ്ങി എനിക്കിങ്ങനെ എന്തോ ഒരു എടുക്കാനൊരു ആഗ്രഹം, ഓയിൽ പെയിന്റിങ് ചെയ്ത് നോക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഒരു ക്യാൻവാസ് വാങ്ങി ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഫസ്റ്റായിട്ടും ലാസ്റ്റായിട്ടും ഓയിൽ പെയിന്റിങ് ചെയ്തതാണ്. ഓയിൽ പെയിന്റിങ് അല്ലാതെ ഞാൻ ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ കോമ്പറ്റീഷൻ എടുക്കുന്നതെന്നല്ലാതെ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത ആദ്യത്തും അവസാനമായിട്ടുള്ള എൻ്റെ പെയിന്റിംഗ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഫേവറേറ്റ് പെയിന്റിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്യാൻവാസിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിറച്ചു പൊടിയാണ്. അതൊക്കെ ഇനി തോത്തിക്കളയാനും പറ്റൂല, അമ്മായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. പിന്നെ ഈ ഒരു ഇതിൽ ഇതാ കുറേ പെയിന്റിങ് ബട്ടർഫ്ലൈൻ്റെ അവിടെയൊക്കെ അങ്ങനെ പരന്ന് പോയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പെയിന്റിങ് 2 മാസം എടുത്തിട്ട് ഉണങ്ങാൻ. അപ്പം ലീ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തോണ്ടി ഇങ്ങനെ കൊണ്ടുപോകണമാണ് ഓരോ ഭാഗം ഇങ്ങനെ.
ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രോയിങ്സ് ഒക്കെ. എങ്ങനെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പെയിൻറ്റിങ്സ് ഡ്രോയിങ്സ് ഒക്കെ നല്ലപോലെ ചെയ്തു പോയതാണ്. പിന്നെ എനിക്ക് എന്തോ ഒരു മടി പിടിച്ച് ഏതോ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പൊട്ടി, അങ്ങനെ പറയാം. പൊട്ടിയപ്പോൾ എനിക്കൊരു സങ്കടം. എനിക്ക് സങ്കടമായി സത്യത്തിൽ. ഞാൻ വരച്ചിട്ടൊരു കാര്യമില്ല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നിർത്തിയതാണ്. പക്ഷെ എനിക്കിപ്പോൾ ഇനി രണ്ടാമത് ഇങ്ങനെ പെയിൻറ്റിങ്സിലോട്ടും ഡ്രോയിങ് അങ്ങനെ ഓരോ കാര്യങ്ങളിലോട്ട് വരണം എന്നുണ്ട്. സോ ഞാനിതിനു മുമ്പൊരു ചെറിയൊരു CD പെയിൻറ്റ് ചെയ്യണ വീഡിയോ ഇട്ടില്ലേനു. അതിൽ 2-3 ആൾക്കാരൊക്കെ പറഞ്ഞിനി എൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ ടൂർ വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ സത്യത്തിൽ എടുത്തത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എൻ്റെ ഡ്രോയിങ് ആ ഒരു പെയിൻറ്റിങ് ഇഷ്ടമായി. അപ്പോൾ സോ ഇനി ഞാൻ പെയിൻറ്റിങ് ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രത്തിനുള്ളൂ. അപ്പോൾ ഇനിയും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രത്തിനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.